ഹായ് ഹലോ വെൽക്കം ടു ഗോസിപ്പ് ഗേൾസ്. ലെറ്റ്സ് സ്പിൽ സം ഹോട്ട് ടീ. നമുക്കിന്ന് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആൻഡ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ചില യൂട്യൂബ് ഫാമിലി വ്ളോഗേഴ്സിനെ പറ്റി സംസാരിക്കാം. കോവിഡ് സമയത്ത് ഏറ്റവും റിലവൻ്റ് ആയി വളർന്നു വന്ന വൺ ഓഫ് ദ മേജർ പ്ലാറ്റ്ഫോം ആയിരുന്നു യൂട്യൂബ്. ലോക്ക്ഡൌൺ സമയത്ത് ആളുകൾ എന്റർടൈൻമെന്റിന് വേണ്ടി ഏറ്റവും കൺസ്യൂം ചെയ്തതും യൂട്യൂബ് തന്നെയാണ്. ഈ ടൈമിൽ ബ്യൂട്ടി വ്ളോഗേഴ്സ്, കുക്കിംഗ് ചാനൽസ്, ടെക് റിലേറ്റഡ് ചാനൽസ്, മൂവി റിവ്യൂസ്, അങ്ങനെ വെറൈറ്റി ഓഫ് ജോണേഴ്സിന്റെ കൂട്ടത്തിൽ വളർന്നു വന്ന ഒരു ജോണറായിരുന്നു ഫാമിലി വ്ളോഗിംഗ്. തുടക്കത്തിൽ ഡേ ഇൻ മൈ ലൈഫ്, ഹോം ടൂർ, ലവ് സ്റ്റോറി അങ്ങനെ തുടങ്ങി മാരേജ്, പ്രഗ്നൻസി, ഡെലിവറി, നൂലുകെട്ട് അങ്ങനെ നീണ്ടു കിടക്കുന്ന ഫാമിലി വ്ളോഗിംഗ്. ആദ്യം എല്ലാവരും എൻജോയ് ചെയ്ത് കണ്ടിരുന്ന, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാമിലി ഇമേജും കൂടാതെ മലയാളികൾക്ക് എംപതൈസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രഗ്ലിംഗ് സ്റ്റോറീസ് കൊണ്ടും ഓഡിയൻസിനെയും വ്യൂവേഴ്സിനെയും പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞു. ഇതുവരെ ഫാമിലി വ്ളോഗിംഗ് വാസ് ഫൈൻ, ബട്ട് ലോക്ക്ഡൌണിന് ശേഷം ഫാമിലി വ്ളോഗിംഗ് ഒരു കോമ്പറ്റീറ്റീവ് ഏരിയയായി മാറി. കൂടാതെ വ്യൂവേഴ്സും ഈ റെപ്പറ്റേറ്റീവ് ജോണറിൽ നിന്നും കുറച്ചുകൂടി പ്രൊഡക്റ്റീവും ക്രിയേറ്റീവുമായിട്ടുള്ള വീഡിയോസ് കൂടുതൽ കൺസ്യൂം ചെയ്യാൻ തുടങ്ങി. ഫാമിലി വ്ളോഗേഴ്സിന്റെ വ്യൂസ് കുറയാൻ ഇതൊരു മെയിൻ കാരണമായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫാമിലി വ്ളോഗേഴ്സും പുതുതായി വ്യൂവേഴ്സിനെ ആകർഷിക്കാൻ എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചു തുടങ്ങി. സോ ഫൈനലി അവർ അവരുടെ വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ തുടങ്ങി. സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പറ്റിയുള്ള ചെറുതും വലുതുമായുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ പറഞ്ഞ് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ പോലും വീഡിയോ ഇട്ട് നാട്ടുകാരെ കാണിച്ച് വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും കൂട്ടി. കുടുംബ വഴക്കും അതിർത്തി തർക്കവും സ്വത്ത് തർക്കവും എന്തിന്, വ്യൂസിന് വേണ്ടി സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം എന്ന് വരെ തമ്മനയിൽ ഉണ്ടാക്കി വ്യൂസ് ഒപ്പിച്ച ബിരുദന്മാർ ഇക്കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അവർ അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും അല്ലേ പറയുന്നത്, അല്ലേ അവർ അവരുടെ ഭാഗമല്ലേ പറയുന്നത്? ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, കുടുംബ പ്രശ്നം കൂടിയാൽ ആ വ്യക്തിയുടെ പരിചയക്കാർ അറിയും, ഇല്ലെങ്കിൽ നാട്ടുകാർ അറിയും. എന്നാൽ സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ എത്ര ലക്ഷം പേരാണ് ഇത്തരം കാര്യങ്ങൾ അറിയുന്നത്? ഇതിലും എക്സെപ്ഷൻ ഉള്ളത് സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം മുതലായ കാര്യങ്ങൾ ചെയ്യുന്നവരെ എക്സ്പോസ് ചെയ്യണം. അവിടെയും വിശ്വാസ്യത പോകുന്നത് ഇത്തരം വീഡിയോസ് മോണിറ്റൈസേഷൻ ഓണായി വരുമ്പോഴാണ്. കൂടാതെ അത്രയും നാൾ ചിരിച്ചും കളിച്ചും കൂടെ നിന്നവർ നല്ലവരിൽ നിന്നും പെട്ടെന്ന് മോശപ്പെട്ട ആളുകളായി മാറുമ്പോഴുമാണ്. റീസെന്റ് ആയി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഫാമിലി ഇഷ്യൂ ആയിരുന്നു പ്രവീൺ പ്രണവിന്റേത്. അത്രയും നാൾ എല്ലാവരും മാതൃകയാക്കണമെന്നും ഇതുപോലൊരു ഫാമിലി വേറെ ഇല്ല എന്നും ഒക്കെ പറഞ്ഞ് കമന്റ് ഇട്ടിരുന്ന സമയത്താണ് ഈ അൺമാസ്കിംഗ് എന്ന് പറയുന്ന ഒരു വീഡിയോ വന്നത്. അതിൽ അച്ഛനും അമ്മയും അനിയനും ഉപദ്രവിച്ചുവെന്നും വീട്ടിൽ നിന്ന് ഇറക്കി വെട്ടുമെന്നും പറഞ്ഞ് പ്രവീൺ വീഡിയോ ഇട്ടു. അതിലവർ അത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പ്രഗ്നന്റ് ആയ വൈഫിനെയും കൂട്ടി മാറിയത് നന്നായി എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. ബട്ട് അത് സോഷ്യൽ മീഡിയയിൽ വന്ന് അൺമാസ്കിംഗ് എന്ന പേരിൽ സ്വന്തം അച്ഛനെയും അമ്മയെയും അനിയനെയും നാട്ടുകാർക്ക് വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തതുപോലെ തോന്നി. ഇൻസ്റ്റന്റ് ഗാർഹിക പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ there is law and order, നിങ്ങൾക്ക് ആ വഴി സ്വീകരിക്കാമായിരുന്നു. എന്നാൽ നിങ്ങൾ അവിടെയും നിങ്ങളുടെ വീട്ടുകാരാണെന്നൊരു കൺസേൺ കാണിച്ചു. എന്നാൽ ഇത്തരം വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺസേൺ തോന്നിയില്ലേ എന്നുള്ളതാണ് എന്റെ സംശയം. ഇവിടെ പ്രവീൺ പ്രണവ് ഇഷ്യൂ റെലവന്റ് ആയതുകൊണ്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. മിക്ക ഫാമിലി വ്ളോഗേഴ്സും ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടി കരയുന്നതും പിണങ്ങുന്നതും അടിയുണ്ടാക്കുന്നതുമായിട്ടുള്ള തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. കൂടാതെ കുട്ടികളെ പോലും ഇത്തരം വീഡിയോകളിൽ ഉൾപ്പെടുത്തി അവരുടെ സോഷ്യൽ ലൈഫ് ഇത്തരത്തിലുള്ള ഫാമിലി വ്ളോഗേഴ്സ് പോകിലാക്കുന്നു. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഫാമിലി ടോപ്പിക്സ് സംസാരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ വെച്ച് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ അവർ എക്സ്ട്രാ കോൺഷ്യസ് ആണ്. ക്യാമറയ്ക്ക് മുന്നിൽ കരയുവാനും ഇവർക്ക് യാതൊരു മടിയുമില്ല. കൂടെ ഫാമിലിയിൽ ആരെങ്കിലും ഇമോഷണൽ ആയിട്ടുണ്ടെങ്കിൽ അവരെ ഉടനെ തന്നെ ക്യാമറ എടുത്ത് ക്യാപ്ചർ ചെയ്യുവാനും റെഡിയാണ്. ഇനി ഇങ്ങനെ ഈ പറയുന്ന ഫാമിലി വ്ളോഗേഴ്സ് തന്നെ പറഞ്ഞ കാര്യം ഇവിടുത്തെ റിയാക്ഷൻ ചാനൽസും മറ്റും എടുത്ത് കണ്ടന്റ് ആക്കി ഇവർക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ, അല്ലെ ചില കമന്റ്സ് ചെയ്യുമ്പോൾ ബ്ലെയിം മൊത്തം സബ്സ്ക്രൈബേഴ്സിനും റിയാക്ഷൻ വീഡിയോ ചെയ്തവർക്കുമെതിരെ ഇടുന്നത് ഇത്തരക്കാരുടെ പ്രധാന ഹോബിയാണ്. അപ്പോൾ ഇത്തരം വ്ളോഗേഴ്സ് അവർ തന്നെ വന്ന് കുറ്റം പറഞ്ഞ ആൾക്കാരെ ഡിഫെൻഡ് ചെയ്യുകയും അവർ എന്റെ ഫാമിലി ആണെന്നും എന്റെ ഫാമിലി ഇഷ്യൂ ആണെന്നും അതിൽ ആരും കമന്റ് ചെയ്യരുത് എന്നും പറഞ്ഞും വരും. ഇവിടെ കുറ്റം പറയുന്നതും ഓഡിയൻസിന് വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കുന്നതും ഒടുവിൽ ഒന്നും അവരെ പറയില്ലേ എന്നും പറഞ്ഞു വരുന്നതും ഇക്കൂട്ടർ തന്നെയാണ്. ഡോണ്ട് യു സീ ദ ഐറണി ഗൈസ്? ഈ ഒരു വീഡിയോ പറ്റിയും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമന്റായി രേഖപ്പെടുത്തുക. That's it for the video. If you like this video, please do like, comment and share. For more videos, do subscribe and enable the bell button. Thank you.